നമസ്കാരം. 2023 അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഈ ദിവസങ്ങളിൽ ഏകാദശി, കുചേല ദിവസം തുടങ്ങിയ കാര്യങ്ങൾ വന്നുപോയി. ഇപ്പോൾ ഏകാദശി, വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഉടനെ ദേവീപ്രദോഷം വരുന്നതാകുന്നു. പ്രദോഷം എന്നാൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്ന ദിവസമാകുന്നു. അതിനാൽ തന്നെ ഈ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും സന്ധ്യയ്ക്കാണ് വളരെയധികം പ്രാധാന്യം വരുന്നത്. ഈ സമയം ശിവപാർവതിമാർ ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന സമയമാകുന്നു. അത് ഒരു പ്രത്യേകത തന്നെയാകുന്നു. ഇതിനാൽ നാം ഈ സമയം എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും ഫലം ഉടനെ ലഭിക്കുന്നതാകുന്നു. സന്തോഷം, ദീർഘായുസ്, വിജയം, ഐശ്വര്യം, അതേപോലെ തന്നെ മംഗല്യയോഗം, ദാമ്പത്യസുഖം എന്നിവ ഫലമായി വന്നു ചേരുന്നു. ഞായറാഴ്ച ദിവസം വ്രതം വരുന്നതിനാൽ വളരെയധികം പ്രാധാന്യം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ഉയർച്ച, അതേപോലെ തന്നെ അധികാരം, അംഗീകാരം, പ്രശസ്തി എന്നിവ ഫലമായി വന്ന് ചേരുന്നതുമാകുന്നു. ഇന്നേ ദിവസം നാം ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഡിസംബർ 24 രാവിലെ 6:24 തിഥി ആരംഭിക്കുന്നതാകുന്നു. ഡിസംബർ 25 രാവിലെ 5:54 തിഥി അവസാനിക്കുകയും ചെയ്യും. അതീവ വിശേഷപ്പെട്ട സമയം. പ്രദോഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സന്ധ്യ എന്നാകുന്നു. അതിനാൽ തിഥിയും സന്ധ്യയും ചേർന്ന് വരുന്ന ദിവസത്തെ പ്രദോഷം എന്ന് കണക്കാക്കുന്നു. ഈ സമയം ഡിസംബർ 24 വരുന്നതിനാൽ ഡിസംബർ 24 ഈ വർഷത്തെ അവസാന പ്രദോഷമായി കണക്കാക്കുന്നു. ഇനി നാളെ എന്തെല്ലാം കാര്യങ്ങൾ നാം പ്രത്യേകിച്ചും ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഫലങ്ങൾ ലഭിക്കും എന്ന് മനസ്സിലാക്കാം. വ്രതത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. സ്കന്ദപുരാണ പ്രകാരം വ്രതാനുഷ്ഠാനങ്ങൾ 2 രീതിയിൽ എടുക്കാം. അതിൽ ആദ്യത്തേത് 2 രീതിയിൽ വ്രതമെടുക്കാം. പകൽ മാത്രം വ്രതമെടുക്കുക, അല്ല എങ്കിൽ കഠിനമായ രീതിയിൽ വ്രതമെടുക്കുക. പകൽ വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ വൈകുന്നേരം സൂര്യാസ്തമന ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാകുന്നു. എന്നാൽ കഠിനമായ വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ 24 മണിക്കൂർ വ്രതം എടുക്കുക. ശേഷം ഡിസംബർ 25 രാവിലെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാകുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രദോഷ സന്ധ്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ കഠിനമായ വ്രതം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പകൽ മാത്രം വ്രതം എടുത്താൽ മതിയാകുന്നതാണ്. അരിയാഹാരം ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഒരിക്കൽ എടുത്തോ വ്രതം എടുക്കാവുന്നതാകുന്നു. അതിരാവിലെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയമാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ സ്നാനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾക്ക് തുടക്കമാകും. അതീവ പ്രാധാന്യം അറിയിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം ഓർക്കുക. അതിനാൽ അതിരാവിലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ചിത്രം വീടുകളിൽ ഉണ്ട് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. അത് ശിവകുടുംബ ചിത്രമാകുന്നു. ശിവകുടുംബ ചിത്രം വീടുകളിൽ ഇരിക്കുന്നത് പോലും ആ വീടുകളിൽ ഐക്യവും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരുന്നതിന് സഹായകരമായി മാറും. അതിനാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ വീടുകളിൽ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വീടുകളിൽ വിളക്ക് തെളിയിക്കുക. 2 നേരം വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാകുന്നു. സാധിക്കാത്തവർ പ്രത്യേകിച്ചും ഇന്ന് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ ശക്തികളുണ്ട് എങ്കിൽ അത് ഒഴിവായി പോകുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിവാവുകയും ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ആ കാര്യങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ശിവപുരാണമാകുന്നു. ശിവപുരാണം ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നത് ശുഭകരമാകുന്നു. ശിവ അഷ്ടോത്തരം പാരായണം ചെയ്യുന്നതും
അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. പരമശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ പാരായണം ചെയ്യുന്നത് പോലെ പ്രാധാന്യമുണ്ട് ദേവിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ദേവിക്കും ഇന്നേ ദിവസം പ്രാധാന്യം ഉള്ളതിനാൽ ദേവി മഹാത്മ്യം ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നത് അതീവ ശുഭകരമാകുന്നു. ലളിതാ സഹസ്രനാമം ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നതും സൽബുദ്ധി വന്നു ചേരുവാനും ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാനും സാമ്പത്തികപരമായ തടസ്സങ്ങൾ അകന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളുണ്ട് എങ്കിൽ ആ നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിന് ഏറ്റവും സഹായകരമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പാരായണം ചെയ്യുന്നത് കേൾക്കുക. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് നിത്യവും കേൾക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ അത്രമേൽ ഉയർച്ച നേടിത്തരും. അതേപോലെ ഇന്നേ ദിവസം പ്രധാനമായും ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യമുണ്ട്. ആദ്യം നിങ്ങൾ രാവിലെ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. ആ കാര്യം ഏവരും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. അതിനുശേഷം അന്നേ ദിവസത്തെ ജോലി ആരംഭിക്കുന്നത് അതീവ ശുഭകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് സന്ധ്യയ്ക്കും. ഇന്നേ ദിവസം പ്രദോഷ സന്ധ്യയിൽ പരമശിവന്റെ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ സമയം ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നാമങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ഒഴിവാകുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഫലത്തിൽ വന്ന് തുടങ്ങുന്നതുമാകുന്നു. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ശിവ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. ഇന്നേ ദിവസം ജപിക്കേണ്ട മറ്റൊരു സവിശേഷമായ മന്ത്രമാണ് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവിയുടെ അതിവിശേഷപ്പെട്ട ഈ മന്ത്രം ഇന്നേ ദിവസം ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. 108 തവണയാണ് ജപിക്കേണ്ടത് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കുക. ഇനി അഥവാ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുക. വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയത്ത് ഈ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ഏതാഗ്രഹവും നടക്കും. ആദ്യം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി വൈകുന്നേരം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. സുമംഗലികൾ ഇന്നേ ദിവസം ദേവിക്ക് കുങ്കുമം മഞ്ഞൾ സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാകുന്നു. ദീർഘസുമംഗലി ഭാഗ്യം വന്നു ചേരുന്നതിനും അതോടൊപ്പം ജീവിതത്തിൽ ഐക്യം വന്നു ചേരുന്നതിനും സൗഭാഗ്യം വന്നു ചേരുന്നതിനും സഹായകരമായി മാറും. പരമശിവനെ ഇന്നേ ദിവസം പാൽ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ആദ്യം സാക്ഷാൽ ഗണപതി ഭഗവാനെ വണങ്ങുക. അതിനുശേഷം ഭഗവാന് ഫലം സമർപ്പിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന ഫലം ഇന്നേ ദിവസം സമർപ്പിക്കുക. അതിനുശേഷം ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും പരമശിവന് കൂവളയില സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പെട്ടെന്ന് തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. അതിനുള്ള അവസരങ്ങൾ ആ വ്യക്തികൾക്ക് ലഭിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഏറ്റവും വിശേഷം ദീപാരാധന തൊഴുന്നതാകുന്നു. അതീവ ഭാഗ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. ഏവർക്കും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.